പ്ലാനിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ. നമ്മളുടെ വീടുകളിലൊക്കെ നമ്മളുടെ വേണ്ടപ്പെട്ട ജോബിൽ അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ ഈ തോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക കൂടി നമ്മളുടെ ഒരു ജോലിയാണ്. പലപ്പോഴും ഈ ജോലി നടക്കാതിരിക്കാനാണ്. അതായത് നമ്മൾ പഠിച്ച അതേ മെത്തേഡുകളും പ്ലാനുകളും ഒക്കെ നമ്മൾ എവിടെയാണോ ഗ്രോത്ത് ജനറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് പ്ലാന് നടക്കേണ്ടത്, അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടത് പ്ലാൻ ചെയ്യുകയോ പ്രാക്ടീസ് ചെയ്യുകയോ, ആ പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയോ ചെയ്യാമെന്ന്. ഫോർ എക്സാമ്പിൾ, ജോബിൽ എംപ്ലോയ്മെന്റിലൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സീനിയർ ഓഫീഷ്യലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജൂനിയർ സ്റ്റാഫിനെ പ്ലാനിങ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. കാരണം പലപ്പോഴും ഈ പ്ലാനിങ്ങിന്റെ മെത്തേഡ് എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ ജൂനിയർ സ്റ്റാഫിനെ വിളിച്ചിട്ട് വാട്ട് ഈസ് യുവർ പ്ലാൻ എന്നൊക്കെ ചോദിച്ചാൽ അവർക്കൊന്നും പറയാനൊന്നും കഴിയില്ല. അവർ കണ്ണിലേക്ക് നോക്കിയിരിക്കുന്നതാണ്. അങ്ങനത്തെ ഇഷ്ടം പോലെ സംഭവങ്ങൾ, യഥേഷ്ടം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് ഒരു കൃത്യമായ ഒരു ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇത് ഒരു ബിസിനസ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എംപ്ലോയീസിന് പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ഇൻഡക്റ്റ് ചെയ്യണം, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഓരോ ഏരിയയിലും പ്ലാനിങ് ഉണ്ട്. ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളുടെ റെസ്റ്റോറൻറ്റിനകത്തുള്ള കിച്ചണിലെ ഷെഫിന് പോലും, ക്ലീനിങ് സ്റ്റാഫിന് പോലും, പാത്രം കഴുകുന്ന ആൾ മുതൽ വെയിറ്റർ വരെ, മാനേജർ മുതൽ കാഷ്യർ വരെ, ഏത് ഡിവിഷനിലെ പർച്ചേസർ മുതൽ സ്റ്റോർ കീപ്പർ വരെ എല്ലാവർക്കും പ്ലാനിങ് ഉണ്ടാവണം. ഓരോ ഡിപ്പാർട്ട്മെന്റിനും, ഓരോ ഏരിയയിലും, ഓരോ ആൾക്കും, ഓരോ ജോബിനും, ഓരോ പൊസിഷനും, ഓരോ പ്രൊഫൈലിനും പ്ലാനിങ് നിർബന്ധമാണ്. ഇത് അവരോട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയാൽ, നിങ്ങളുടെ ഒരാളുടെ കൂടെ ഞങ്ങൾ വന്നാൽ പോരെ, അല്ല, പറ്റില്ല. ഓരോരുത്തർക്കും അവനവൻ്റെ പ്ലാൻ നിർബന്ധമാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ LKG പഠിക്കുന്ന കുട്ടിക്ക്, വീട്ടിലാണെങ്കിൽ കുട്ടിക്ക്, അതേപോലെ വീട്ടമ്മക്ക്, അതേപോലെ മറ്റു മുതിർന്ന കുട്ടികൾക്ക്, വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ പ്ലാൻ ഉണ്ടാവണം. ആ പ്ലാനിങ് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഒരാളെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് വരെ, അല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാവുന്നത് വരെ കൃത്യമായ ഒരു പ്ലാനോട് കൂടി ഒരു കാര്യവും എവിടെയും നടക്കില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, വാഹനങ്ങളൊക്കെ റോഡിലൂടെ പോകുന്നത്, ഷെഡ്യൂൾഡ് വാഹനങ്ങളൊക്കെ പ്ലാൻഡ് ആയിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അപകടം ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്യും. എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾ, പാസഞ്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവർ പ്ലാൻഡ് ആയിരിക്കും. അവരുടെ കാരണം വിമാനത്തിന് സമയമുണ്ട്. കാലിക്കറ്റ് എയർപോർട്ടൊക്കെ 50-55 മിനിറ്റ് പാർക്ക് ചെയ്യുന്നതിന് ഫ്ലൈറ്റിന് ഇത്ര റെന്റ് കൊടുക്കണം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലാനിങ്ങിൽ വളരെ ഷാർപ്പായിരിക്കും, പ്രയോറിറ്റി ഓറിയന്റഡ് പ്ലാനിങ് ആയിരിക്കും, അഗ്രസീവ് പ്ലാനിങ് ആയിരിക്കും, സ്പീഡി ആയിരിക്കും ഇംപ്ലിമെന്റേഷൻ. കാരണം അവർക്ക് ആ സമയം തെറ്റിക്കഴിഞ്ഞാൽ പെനാൽറ്റി കൊടുക്കണം. അങ്ങനെ പെനാൽറ്റി വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പ്ലാനിങ് വളരെ ശക്തമാക്കുന്നത് കാണാൻ പറ്റും. അപ്പം നമ്മൾ തന്നെ നമ്മളുടെ ഒരു ഫെയിലിയറിന് പെനാൽറ്റി നമ്മൾ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കും. കുട്ടികൾ ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് ഇംഗ്ലീഷിലെ വാക്ക് പറഞ്ഞില്ല, മലയാളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് 25 പൈസ പെനാൽറ്റി എന്ന രൂപത്തിൽ ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് മറ്റും ഇംപ്ലിമെന്റ് ചെയ്തിട്ട്. പാത്രം ഫുള്ളായി ഒരാളുടെ പാത്രം തീരെ വന്നില്ല. കാരണം രണ്ടുപേരും മത്സരിച്ചിട്ടാണ് മിസ്റ്റേക്ക് വരാതെ നോക്കിയത്. അപ്പോൾ പ്ലാൻഡ് ആവുക, അപ്പോൾ ബ്രെയിൻ ആക്റ്റീവ് ആവും. അപ്പോൾ ബ്രെയിൻ ആക്റ്റീവായി പ്ലാൻ ചെയ്ത് മൂവ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമ്മൾ തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യത്തിന് നമ്മൾ വേണ്ടത്ര പ്ലാൻഡ് അല്ലാതെ വരുമ്പോൾ, ആക്ഷൻ കറക്റ്റ് അല്ലാതെ വരുമ്പോൾ, നമ്മൾ അതിന് പെനാൽറ്റി കൊടുക്കാൻ തയ്യാറാവും. നമ്മൾ തന്നെ ഒരു പെനാൽറ്റി കൊടുക്കാൻ തയ്യാറാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കാൻ പോകുന്നത്, ആ പെനാൽറ്റി കാരണം നമ്മൾ കൂടുതൽ കൂടുതൽ മികച്ചതാവാൻ പറ്റും. പക്ഷെ സൈക്കോളജിക്കലി ഈ പെനാൽറ്റി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കാനൊന്നും പോണ്ട. അങ്ങനെ വിചാരിക്കുക, ആളുകൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം അതാണ്. അപ്പൊ പിന്നെ അതിനകത്തൊരു വലിയ വാല്യൂ ഉണ്ടാവും. ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാം നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഭൂമി, ഒരു ജീവിതമാണ് ഭൂമിയിൽ തരുന്നത്. ബാക്കി ലൈഫിന്റെ തിന്മകളൊക്കെ കണ്ടുപിടിക്കുക, വിശ്വസിക്കുക, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ലേൺ ചെയ്യുക, ഇതൊക്കെ നമ്മളുടെ ആക്ഷനിലും നമ്മുടെ തോട്ടിലും വന്നതാണ്. കാരണം സിസ്റ്റമൈസേഷൻ ഉണ്ടാവേണ്ടത് പോളിസി ഓറിയന്റഡ് ആയിരിക്കും എല്ലാ മനുഷ്യരും, ഓരോ സിസ്റ്റം. മൃഗങ്ങൾ അങ്ങനെയല്ലല്ലോ. മൃഗങ്ങളുടെ അതിന്റെ ഫിസിക്കലി അതിന്
ജന്മന ബൈബോൺ ഒരു സിസ്റ്റം ഉണ്ടാവും അങ്ങനെ റൺ ചെയ്യും. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ പോളിസി ഓറിയന്റഡ് ആയതുകൊണ്ട് പോളിസി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ വന്ന് ജീവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ഈ ഓപ്പർച്യൂണിറ്റി തന്ന ആളോട് നന്ദി കാണിക്കണം, ജനിപ്പിച്ച ആളോട് നന്ദി കാണിക്കണം. അവിടുന്ന് അങ്ങനെ അതിനെ സെർച്ച് ചെയ്യണം. ഏതാണ് ഏറ്റവും മികച്ച പോളിസി, അല്ലെങ്കിൽ ഈ എന്നെ ജനിപ്പിച്ച ആൾ എൻ്റെ ക്രിയേറ്ററുടെ പോളിസി ഏതാണ്, ക്രിയേറ്റർക്ക് ഏറ്റവും തൃപ്തിയുള്ള പോളിസി അല്ലെങ്കിൽ റിലീജിയൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫിലോസഫി എന്താണ്, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് അതിനെ ബേസ് ചെയ്തിട്ട് അതിൽ പഠിക്കണം, അതിൽ പഠിച്ചിട്ട് അതിനെ മനസ്സിലാക്കണം, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് റിയലൈസ് ചെയ്ത് അതിലൂടെ മൂവ് ചെയ്യണം. അപ്പം ഈ ഇത്തരത്തിൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ പ്ലാൻ കൊണ്ട് ഉണ്ടാവുന്നത്, അപ്പോൾ ഇതൊക്കെ ഒരു പർപ്പസ് ഓഫ് ലൈഫാണ്, പ്ലാന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു പർപ്പസ് ഓറിയന്റഡ് ആയിരിക്കും ജീവിതം മുന്നോട്ട് പോകുന്നത്. ആ പർപ്പസിനെ ഷെഡ്യൂൾ ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് ആക്ഷനിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് മൂവ് ചെയ്യേണ്ടത്. സോ അത്തരത്തിലുള്ളൊരു മൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ, നമ്മളുടെ കൂടെയുള്ള നമ്മുടെ കുട്ടികളെ അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ, രാത്രി ഇത്ര മണിക്കൂർ, പകൽ ഇത്ര മണിക്കൂർ, അല്ലെങ്കിൽ 24 മണിക്കൂർ എങ്ങനെ പ്ലാൻ ചെയ്യുന്നത്, ഡെയിലി ഷെഡ്യൂൾഡ് ടൈമർ ഉൾപ്പെടെയുള്ള ആളുകൾ സാധനം വെച്ചിട്ട് കൃത്യമായിട്ട് അത്തരത്തിലും ടൂളുകളൊക്കെ ഉപയോഗിച്ച് പ്ലാൻ ചെയ്യും. ഇന്നിപ്പോൾ മോഡേൺ ഇറയിലെ അത്തരത്തിലുള്ള ടൈമറും പ്ലാനറും ഒക്കെ ആൻഡ്രോയിഡ് ഫോണുകളിൽ, ആപ്പിൾ ഫോണുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം അത്തരത്തിൽ അതിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യമായിരിക്കും. അങ്ങനെ പ്ലാനുകളൊക്കെ മികച്ചതാക്കി മാറ്റാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Wishing you all the very best and have a great day. Thank you so much and God bless. Love you all.